മേഡം വീഡിയോ കണ്ട് പാലക്കാട് നമ്മുടെ മന്ത്രി വന്ന് സംസാരിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നല്ല പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് വേണ്ടി കരുതൽ സംസാരിക്കുന്നത്. പക്ഷെ ഒന്നും മനസ്സിലാക്കണം മേഡം, മന്ത്രിയല്ല കുഴപ്പക്കാർ, നമ്മുടെ മലയാളി തന്നെ എഴുതി കൊടുക്കുന്നതാണ് അവർ പറയുന്നത്. അല്ല എവിടെയോ കിടക്കുന്ന മന്ത്രിമാർക്ക് എങ്ങനെ അറിയാം കേരളത്തിനെ പറ്റി? കേരളത്തിന് നല്ല സൗന്ദര്യവും നല്ല ജീവിതവും എല്ലാവിധ കാര്യങ്ങളും പാർട്ടിക്കാർ രണ്ട് പേരും ഉണ്ടെങ്കിലും തമ്മിൽ പോരടിക്കുമെങ്കിലും ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണാത്ത കുറവൊന്നുമല്ല. ഗ്രൂപ്പിൽ തന്നെ കണ്ടില്ലേ, ഒരു പെൺകുട്ടിയെ പച്ചയ്ക്ക് ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് അതിൻ്റെ അറിയണമെങ്കിൽ ഇതൊന്നും കാണണ്ട, നമ്മുടെ നാട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് നോക്കിയാൽ മതി. ഏതൊക്കെ ആൾക്കാരാണ് നമ്മുടെ നാടിനെ നല്ല ആയതിൻ്റെ പേരില്ല അയ്യഭാവത്വം സിമ്പതിയും കൂട്ടില്ല നമ്മുടെ മലയാളികൾക്കും. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നമ്പർ 1 പോലീസ് സംവിധാനങ്ങൾ. ഓരോ ചെറുതും വലുതും കേസുകളൊക്കെ പിടിച്ചുകൊണ്ടിട്ട് കഴിഞ്ഞാൽ ജയിലിൽ പോരാണ്ട് വരും. അങ്ങനെയാണ് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് ഇപ്പോഴത്തെ മക്കളുമാർ. അവരും നമ്മളെപ്പോലെ കുടുംബവും ഒക്കെ ഉള്ളവരാണ്. പക്ഷേ ഇവർ കാണിക്കുന്ന നെറിയേട് കൊണ്ടാണ് അവർ പിടിക്കുകയും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പോലീസ് സംവിധാനങ്ങൾ. അതും കൂടി ഇല്ലെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? അല്ലെങ്കിൽ തന്നെ കണ്ടില്ലേ കാട്ടിക്കൂട്ടുന്നത്. അപ്പം നമ്മുടെ നാടിനെ കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാളികൾ തന്നെ, നിയമ സംവിധാനങ്ങളല്ല, വലിയ വലിയ ആൾക്കാരും മറ്റുള്ളവരൊക്കെയാണ്. നമ്മുടെ കേരളത്തിൽ നമുക്ക് വേണ്ടുന്ന കോൺഗ്രസും CPM ഇല്ലെങ്കിൽ രണ്ടുമാണ് നമുക്ക്. ബാക്കിയുള്ളവരൊന്നും വന്നിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയുന്നതിന് കാരണമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ഒറ്റപ്പെടുത്തിയ അല്ലെങ്കിൽ എന്തോലും അവൻ അപായപ്പെടുത്തി ചെയ്യൂ. ഇപ്പോഴത്തെ തലമുറകൾക്ക് അതൊന്നും അറിയില്ല. നമ്മുടെ നല്ല ശാന്തമായി കിടക്കുന്ന കേരളത്തിനെയും നല്ല ദൈവത്തിൻ്റെ പുണ്യമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുള്ള നാടിനെ പല രീതിയിലാണ് കുട്ടിച്ചോറ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ ആൾക്കാരും. ദയവേത് ചാനലിലെ മക്കളുമാരിതൊന്നും കാണാണ്ടും കേൾക്കാണ്ടും പോകരുത്. ഇതൊക്കെ കാണണം നിങ്ങൾ. അന്യ സംസ്ഥാനത്തെ കൂട്ട് നമ്മുടെ കേരളത്തിനെ മാറ്റരുത്. സാധാരണപ്പെട്ടവർ ഇപ്പം തന്നെ പണിയില്ല. പണിയും കൂടി ഇല്ലാണ്ട് വന്ന് എങ്ങനെ ജീവിക്കും? ഓരോ കുടുംബങ്ങളും ഇവിടെ ഏത് നാട്ടുകാർ വന്നാലും ഏത് സ്വാതന്ത്ര്യമാണ്. റോട്ടിലായാലും വീട്ടിലായാലും ആൾക്കാർ സൗകര്യം കൊടുക്കുകയാണ്. പിന്നെ എങ്ങനെ അക്രമങ്ങൾ ഉണ്ടാവാണ്ടിരിക്കുക? നമ്മളൊക്കെ രാജ്യം വിട്ട് വഴി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്ന എല്ലാം കൂടെ സ്വാതന്ത്ര്യമാണ് എല്ലാ രീതിയിലും. അത് കുപ്പിപ്പാട്ടക്കാരായാലും പണിക്കാരായാലും ആർക്കായാലും അവർക്ക് നല്ല സ്വാതന്ത്ര്യമാണ്. പോരാത്തിന് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഈ ചോറ് കൊടുക്കും, നല്ല ആരോഗ്യന്മാരായിട്ട് വിട്ടിരിക്കും, ആ സമയം നോക്കിയിരിക്കും. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ കണ്ണോ കയ്യോ കാലോ ഇല്ലാത്തവർക്ക് ചോറ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് മേടിച്ച് മേടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാശ് മേടിക്കാൻ നമുക്ക് ഒരു വിഷമമില്ല. ഇതല്ല, ആരോഗ്യന്മാരായിട്ട് നോക്കിയിരിക്കും. എന്താ അവർക്ക് പേര് കിട്ടാൻ വേണ്ടിയാണ്, അല്ലാതെ പുണ്യം അല്ലാതെ വേറൊന്നുമല്ല. പേര് കിട്ടാൻ വേണ്ടിയാണല്ലോ. ഇവരെന്താ ഇതൊക്കെ കഴിച്ചിട്ട് വേസ്റ്റ് അവിടെ തന്നെ വലിച്ചെറിഞ്ഞ് കൈയും കഴുകി നാടിൻ്റെ ഓരോ അക്രമങ്ങളും ദുരിതങ്ങളും കാണിക്കുന്ന നമ്മുടെ ആൾക്കാരാ. ഇത് തന്നെ അഥവാ ഒരു പണിക്ക് പോകാണ്ട് ഇവിടെ ഇരുന്നിട്ട് ഇതിനു വേണ്ടി മാത്രം ഇരിക്കും. നമ്മുടെ ഓരോ മേഖലയിലും എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാലേ വൃത്തികേടാക്കുകയും അല്ലെങ്കിൽ നാടിൻ്റെ കുഴപ്പങ്ങളാക്കുകയും ചെയ്യുന്നു ജനങ്ങൾക്ക് ഒന്നാമത് വിവരവും വെളിവുമില്ല. മലയാളിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാ മേഖലയിലും എന്താ ചെയ്യുക? നിയമ സംവിധാനങ്ങൾ കാണും ലാസ്റ്റ് കുഴപ്പങ്ങളൊക്കെ. ആൾക്കാർ കാണിക്കുന്ന നെറികേടിനൊക്കെ സംവിധാനങ്ങൾക്കാണ് കുഴപ്പം. അവർ നേരെ വേണം പോയി നമ്മുടെ നാടിൻ്റെ നന്മയും നാടിൻ്റെ വളർച്ചയും അല്ലെ അവരുടെ ജീവിത ഭാവിയും അല്ലെങ്കിൽ മുന്നോട്ടുള്ള വഴിയും ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അതല്ല, എല്ലാവരും മേക്ക് നിൽക്കണം. എന്താ ചെയ്യുക?